പ്രിയമുള്ളവരെ, EK ഗ്രൂപ്പ് പണ്ഡിത സംഘടന ലീഗിൻ്റെ ഒരു പോഷക സംഘടനയാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അക്ഷരത്തിലും അർത്ഥത്തിലും അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ ആർക്കും കഴിയും. കാരണം ഇവരുടെ എല്ലാ പരിപാടികളിലും ലീഗിൻ്റെ മേലാളന്മാർ എല്ലാം അണിനിരക്കുന്നു. ഇവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ഒരു പണ്ഡിത സംഘടന എന്ന നിലക്ക് കുറേ വിവരമില്ലാത്തവരെ വിളിച്ചു ചേർത്ത് അത് പരിഹരിക്കേണ്ട ആവശ്യം ഇല്ല. അതേസമയം ഇവർക്കിടയിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം ആ ലീഗിൻ്റെ ബന്ധപ്പെട്ടവരുമായ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ അവർക്ക് നല്ല പ്രാതിനിധ്യം കൊടുത്ത് അവരും കൂടെ അനുവാദത്തോടുകൂടെ പരിഹരിക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പരിഹരിക്കുന്ന ഒരു ശൈലി കണ്ടുവരുന്നുണ്ട്. അത് തന്നെയാണ് പോഷക സംഘടനയാണ് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ ചർച്ചയിൽ ചേളാരി വിഭാഗത്തിലുള്ള രണ്ട് വിഭാഗം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട യോഗത്തിലും ലീഗിൻ്റെ ഉന്നത നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. ലീഗിൽപ്പെട്ട ഏതെങ്കിലും സുന്നി നേതാക്കന്മാരാണ് ആ പങ്കെടുത്തതെങ്കിൽ അതിൽ നമുക്ക് പ്രശ്നം പറയാനില്ല. കാരണം അവരൊക്കെ സഹോദരന്മാരായി ജീവിക്കുന്നവരും കഴിഞ്ഞുകൂടുന്നവരും വിധേയപ്പെട്ടും കീഴടങ്ങിയും മുന്നേറുന്നവരുമാണ്. അതേസമയം അതിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നയാൾ സുന്നിയാണെന്നതിന് പുതിയ തെളിവുകൾ ഹാജരാക്കൽ ആവശ്യമായിരിക്കുകയാണ്. കാരണം 2-3 ദിവസം മുമ്പ് 2024 ഡിസംബർ 8-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം ഏത് ജാതിയാണ് എന്നും ഏത് വിഭാഗമാണ് എന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം മുജാഹിദിൻ്റെ രക്ഷാധികാരിയാണ് എന്ന് സമ്മതിക്കപ്പെട്ടതാണ്. വഹാബികൾ പറഞ്ഞത് അദ്ദേഹം അംഗീകരിക്കുകയും അവർക്ക് എല്ലാ പിന്തുണ കൊടുക്കുമെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൂരിയാട് നടന്ന മുജാഹിദിന്റെ വലിയ സമ്മേളനത്തിൽ അവർക്ക് ഉറപ്പ് കൊടുത്തതുമാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്നി സംഘടനയിലുള്ള വിഷയം പരിഹരിക്കാൻ അദ്ദേഹത്തെ വിളിക്കേണ്ടയോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുവദിക്കേണ്ടയോ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് അനുവദിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ലീഗിൻ്റെ പോഷക സംഘടനയാണ്. അപ്പോൾ മേൽഘടകമാകുന്ന ലീഗിൻ്റെ ഉന്നത നേതാവ് ആ പരിപാടിയിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സുന്നി സംഘടനയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു പോഷക സംഘടന അല്ല എങ്കിൽ ഇദ്ദേഹത്തിനുള്ള യോഗ്യത ആദ്യം നമ്മൾ പരിശോധിച്ചറിയേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രസംഗത്തിൻ്റെ ഒരു മട്ട് കണ്ടാൽ അദ്ദേഹം ഏതാണ് ജാതി എന്നറിയാം. അപ്പം അങ്ങനെയാണ് എങ്കിൽ സുന്നികൾക്കിടയിലുള്ള ഒരു വിഷയം തീർക്കാൻ വേണ്ടി EK വിഭാഗത്തിൽപ്പെട്ട ലീഗുകാരായ ആളുകളെയാണല്ലോ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇദ്ദേഹം സുന്നിയാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു പുതിയ ഒരു പ്രഭാഷണ ശകലം കേൾക്കുക. വലിയ ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായത്തെയും അവർ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സമൂഹത്തെയും ഒക്കെ രമ്യപ്പെടുത്തി സൗഹൃദം നിലനിർത്തി അതിനിടയിൽ ശരിയായ ഇസ്ലാമിക പ്രചരണം നടത്തി മതപ്രബോധനം നടത്തി പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു മിഷൻ, അതുപോലെ തന്നെ ആ ഒരു മിഷൻ നിർവഹിക്കുമ്പോൾ ഓരോ കാലത്തും വരുന്ന വെല്ലുവിളികളെ സമാബ് എങ്ങനെ നേരിട്ടു, പ്രസ്ഥാനം എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് ഗോൾഡൻ ജൂബിലി വർഷത്തിൽ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം. ഈ പ്രഭാഷണം വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ മുഖപത്രമായി ഇപ്പോഴും നിലനിൽക്കുന്ന അവിഭക്ത വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ജിഹയായിരുന്ന ഷബാബിൻ്റെ എത്രയോ ആണ്ടറുതി കഴിക്കുകയാണവർ. ആ ആണ്ടറുതിയിൽ പങ്കെടുത്തുകൊണ്ട് ഷബാബ് ഇവിടെ നിർവഹിച്ച ധർമ്മം യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഷബാബ് വിഭാവനം ചെയ്ത യഥാർത്ഥ ഇസ്ലാം വഹാബിസമാണ്. അപ്പോൾ ആ ആശയമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യൻ സുന്നിയാണെന്ന് പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ സുന്നിയല്ല എന്ന് കഴിഞ്ഞ ദിവസം നടന്ന പ്രഭാഷണത്തിൽ തെളിഞ്ഞ ഇദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത ദിവസം മലപ്പുറത്ത് നടന്ന സുന്നികൾക്കുള്ള ഒരു സംഘടനാപരമായ വിഷയം തീർക്കാൻ മധ്യസ്ഥനെ പോലെ അവിടെ ഇഴഞ്ഞ് പ്രകടനം നടത്തുന്നത് കാണുമ്പോൾ
ഈ ലീഗിൻ്റെ നേതാവായതുകൊണ്ട് പോഷക സംഘടന വഴങ്ങിക്കൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശബാബ് നിർവഹിക്കുന്ന ധർമ്മം വളരെ ഉഷാറാണ്, എല്ലാവരും ഉഷാറാക്കി കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്യുന്ന ഇവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഇദ്ദേഹത്തിന് വേറെ മറ്റൊരു റോള് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടതും അദ്ദേഹത്തിനുള്ള പോരിശകളും അദ്ദേഹം വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആരാണ് എന്നും അതിൻ്റെ മേധാവികൾ പറയുന്നതും അതിങ്ങനെ ചിരിയോടുകൂടെ കേട്ടിരുന്ന് അവർക്ക് ഉത്ബോധനം നൽകുന്നതുമായ ഒരു വീഡിയോയുടെ ശകലം കൂടി കേട്ടാൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ആദർശ പ്രതിബദ്ധത ഇപ്പുറത്താണോ അപ്പുറത്താണോ എന്നത് വ്യക്തമാകും. മലഞ്ഞീലിൻ്റെ സ്വഭാവത്തിൽ ഇവിടെയാണ് അവിടെയാണ് എന്ന നിൽക്കാൻ ഇദ്ദേഹം നീങ്ങാറുള്ളത്. പക്ഷേ ഉള്ളിൽ ഒളിപ്പിച്ചുള്ള ആശയം സലഫിസമാണ് എന്ന് ഇതിൽ നിന്ന് പ്രകടമാകുകയാണ്. അതും കൂടെ ഒന്ന് കേട്ട ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ജാമിയ നദവിയ ഗോൾഡൻ ജൂബിലിയുടെ അവസാന സെഷനിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ സെഷൻ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സനദ് ദാനമാണ്. സനദ് ദാനം നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേരളത്തിന്റെ പ്രഗത്ഭനായ വ്യവസായ IT വകുപ്പ് മന്ത്രി ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളാണ്. ഈ സ്ഥാപനത്തിന്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും എല്ലാ കാര്യങ്ങളിലും ഒരു രക്ഷിതാവിനെ പോലെ ശ്രദ്ധിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും സഹായഹസ്തങ്ങൾ നീട്ടുകയും ഇതിന്റെ പുരോഗതിയിൽ സന്തോഷിക്കുകയും ഈ സമുദായത്തിന്റെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നേതൃപരമായ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പ്രഗത്ഭനായ IT വ്യവസായ വകുപ്പ് മന്ത്രി ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏത് സന്ദർഭത്തിലും എത്ര തിരക്ക് പിടിച്ച ഘട്ടങ്ങളിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികളിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കാറുണ്ട്. ഈ ആഘോഷ പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഈ സെഷനിൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സനദ് ദാനം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യാൻ ആദരപൂർവം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ 2 വിഷയങ്ങളിലും കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ സലഫി ആദർശ പ്രതിബദ്ധത തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹം സുന്നിയാണെന്ന് ഇനിയും പറയാൻ പ്രയാസമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരാൾ സുന്നികൾക്കിടയിലുള്ള മധ്യസ്ഥത്തിന് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പണ്ഡിത സംഘടനയുടെ മേൽഘടകത്തിൻ്റെ അനിഷേധ്യ നേതാവാണ് എന്നതുകൊണ്ട് തന്നെ എന്ന് സുന്നികൾ വിശ്വസിക്കേണ്ടി വരും, അല്ലെങ്കിൽ യഥാർത്ഥ സുന്നികളെങ്കിലും അത് വിശ്വസിക്കേണ്ടി വരും. ഇവർ പണ്ഡിതന്മാർക്കിടയിലുള്ള സുന്നി പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കാൻ വരുന്ന ഇത്തരം ആളുകൾ ആദ്യം നിങ്ങൾ സുന്നിയായി വരൂ എന്ന് പറയാനുള്ള ത്രാണിത്തമാണ് EK വിഭാഗം കാണിക്കേണ്ടത്. മുജാഹിദ് രക്ഷാധികാരായി നടക്കുന്ന ഇദ്ദേഹമല്ല സുന്നികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടത് എന്ന് തുറന്നു പറയാനുള്ള ആർജവം വേണം. അത് കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് രംഗം കൈയടക്കി മേലാളന്മാരായി ചമയുന്നത്. ഇദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയാത്ത പരിസ്ഥിതിയിലാണ് എങ്കിൽ പിന്നെ ആ പണ്ഡിത സംഘടനയാണ് എന്നും സുന്നി സംഘടനയാണ് എന്നും പറഞ്ഞ് സമസ്ത എന്നും സുന്നി എന്നും മിനിറ്റിൽ 60 തവണ പറഞ്ഞ് അലറിയത് കൊണ്ട് പ്രയോജനമില്ല. ഇന്ന് ചേർന്ന ഈ ചേളാരി വിഭാഗം പണ്ഡിതന്മാരുടെ മുഷാവറയിൽ അരുതാത്ത പല ചർച്ചകളും പല വിളികളും പല പ്രയോഗങ്ങളും ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാത്തിനും നമ്മൾ ഇപ്പോൾ അവലംബിക്കുന്നത് മാധ്യമങ്ങളെയാണ് എന്നതുകൊണ്ട് അവർ പറയുന്നതിൽ വിശ്വസിക്കുകയാണ്. അന്നേരക്കാണെങ്കിൽ ആ സംഘടനയിൽ നടന്ന ചർച്ചകൾ വളരെ ദുഃഖകരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ യോഗം ചേർന്നിട്ട് അനുചിതമായ ഒന്നാകെ താറടിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. മുമ്പ്
ആലിബാബ എന്ന കഥ എഴുതിയ ആളും കൂടെ ഇതിൽ സന്നിഗ്ധനായിരുന്നു എന്നതുകൂടി ചിന്തിക്കുമ്പോൾ വളരെയധികം അർത്ഥവത്തായിട്ടുണ്ട് സംഭവങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിൽ നടന്ന ചർച്ചയെക്കുറിച്ച് ആ സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞത് മുമ്പേ തള്ളിയ CICയെ തള്ളി എന്നും അതിൻ്റെ മേധാവിയായ ഹക്കീം ഫൈസിയുമായി യാതൊരു ബന്ധമില്ല എന്നും അദ്ദേഹത്തിനേറ്റ് ഒത്തുതീർപ്പില്ല എന്നും തീരുമാനിച്ചു എന്നാണ് പ്രസിഡന്റ് വന്ന് മീഡിയക്കാരോട് പറഞ്ഞത്. CICയുമായി യാതൊരു ബന്ധവുമില്ല എന്നും അതിൻ്റെ സെക്രട്ടറിയെ പുറത്താക്കണമെന്നും മുമ്പ് തീരുമാനിച്ചതും അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കിയതും ഒക്കെ ചെയ്തതാണ്. വീണ്ടും അതിൻ്റെ ശേഷം ഇന്നത്തെ ഇവരുടെ മുഷാവറയിലും പുതിയൊരു തള്ളൽ തള്ളിയിരിക്കുകയാണ്. ആദ്യത്തെ തള്ളലിന് ശേഷം ഇവരുടെ യുവജന സംഘടനയുടെ പ്രസിഡന്റും CICയുടെ പ്രസിഡന്റുമായ ആൾ പല വേദികളിലും ചോദിച്ചു, CICക്കെതിരെ സമസ്തയിൽപ്പെട്ട ആരെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടില്ല, ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിരുന്നു. അപ്പം നേരത്തെ തന്നെ എടുത്ത തീരുമാനം ഒന്നും കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ബന്ധം വിച്ഛേദിച്ചു എന്നാണ്. അപ്പം ഈ CICയുമായി ഇവർക്കുള്ള ബന്ധം വിച്ഛേദിച്ചതിൻ്റെ മാനദണ്ഡം എന്താണ്? ഹക്കീം ഫൈസിയെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. ആ ഹക്കീം ഫൈസിയെ വീണ്ടും സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബന്ധം വിച്ഛേദിച്ചു എന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് ഒന്നും കൂടി ഉറച്ച് പ്രഖ്യാപിക്കല്ല എന്ന് തോന്നുന്നുണ്ട്, പുതിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ വിഷയം എന്താണ്? ഹക്കീം ഫൈസി എന്ന വ്യക്തിയോടുള്ള വ്യക്തിവിദ്വേഷമാണോ, അല്ലെങ്കിൽ CIC ഇവിടെ പ്രദാനം ചെയ്യുന്ന ആശയത്തോടുള്ള എതിർപ്പാണോ? നമുക്ക് മനസ്സിലാകുന്നത് ഹക്കീം ഫൈസി എന്ന ആ ഒരു വ്യക്തിയോട്, അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ചർച്ചയാക്കി ലോകത്തൊന്നാകെ അറിയപ്പെട്ട ആളാക്കി അദ്ദേഹത്തോടുള്ള വിദ്വേഷം തീർക്കുക എന്നാണ് തോന്നുന്നത്. അല്ലാതെ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഒരു സിലബസ് ഒന്നല്ലല്ലോ CICയുടേത്. അതിൻ്റെ ഒന്നാമത്തെ പ്രതിയാകേണ്ടത് അതിൻ്റെ പ്രസിഡൻ്റാകുന്ന ലീഗിൻ്റെയും ഇവരുടെ SYSൻ്റെയും ഒക്കെ പ്രസിഡൻ്റായ സാദിഖ് അലി തങ്ങളാണല്ലോ ആവേണ്ടത്. അപ്പോൾ ഈ ഹക്കീം ഫൈസിനെ തള്ളുമ്പോൾ അതിന് മുമ്പ് തള്ളേണ്ടതാണല്ലോ ഈ സ്വാദിഖ് അലി തങ്ങളെ. പക്ഷേ സ്വാദിഖ് അലി തങ്ങളെ അതിൽ വെച്ച് ഉറപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തള്ളുമ്പോൾ വ്യക്തിവിദ്വേഷം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. CIC വിഭാവനം ചെയ്യുന്ന ആദർശം തെറ്റാണെങ്കിൽ ആദ്യം പ്രസിഡന്റിനെ ഒഴിവാക്കേണ്ടത്. എവിടുന്ന് ഒഴിവാക്കണം? ഇവരെ യുവജന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കണം. അതിനും വേണ്ടത് നട്ടെല്ലാണ്, അതാണ് ഇവർക്കില്ലാത്തത് എന്ന് മുമ്പ് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ആശയക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളാറുള്ള ഇവർ ആ പറയുന്ന പദത്തിനോടെങ്കിലും ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എങ്കിൽ ഇവരുടെ SYSൻ്റെ പ്രസിഡന്റാകുന്ന പ്രസ്തുത തങ്ങൾ സമസ്ത രൂപീകരിക്കാൻ കാരണക്കാരനായ വഹാബി അപ്പോസ്തലനായ കേരളത്തിൽ വഹാബിൻ്റെ സ്ഥാപകൻ എന്ന് പറയാവുന്ന KM മൗലവിയുടെ പുസ്തകത്തിന്, മദ്ഹ് ഗ്രന്ഥത്തിന്, സ്മാരക ഗ്രന്ഥത്തിന് അവതാരിക എഴുതുകയും അത് പ്രകാശനം ചെയ്യുകയും ചെയ്ത ആ വ്യക്തിയെ ഇവരുടെ പോഷക സംഘടന, ഊന്നുവടിയായിട്ടുള്ള പോഷക സംഘടനയുടെ പ്രസിഡന്റായി വെച്ചുകൊണ്ട് ഇവർക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല. സമസ്ത കേരളത്തിൽ രൂപീകരിക്കാൻ കാരണക്കാരനായ, സമസ്ത വിഭാവനം ചെയ്യുന്ന ആശയത്തിൻ്റെ ദ്രോഹിയായ സ്മാരക ഗ്രന്ഥം അവതാരിക എഴുതി അത് പ്രസിദ്ധീകരിച്ച് അത് പ്രകാശനം ചെയ്ത വ്യക്തിയെ ആ സംഘടനയുടെ പോഷക ഘടകത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ വെച്ചുകൊണ്ട് മുല്ലക്കോയത്തങ്ങളുടെ ആദർശമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് മുല്ലക്കോയത്തങ്ങളുടെ പാരമ്പര്യം പറയുന്നതും തനി ബോഷ്കാണ് എന്ന് ചിന്തിക്കുന്ന ജനത മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നത് ഇവർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ ഇവരെ SYSൻ്റെ പ്രസിഡന്റ് നമ്മുടെ പ്രസ്ഥാനത്തിനും സുന്നി ആദർശത്തിനും നിരക്കാത്ത, ഇസ്ലാമിക ആദർശത്തിന് പോലും നിരക്കാത്ത കുറേ തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കാതെ പാവപ്പെട്ട ഉമർ ഫൈസി മുക്കത്തിനെ കുറിച്ചുള്ള ചർച്ചയും ആ ചർച്ചയിലാകെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. ഞാൻ കരുതി സമസ്തയിലില്ലാത്ത SYSൻ്റെ നേതാവായ സാദിഖ് അലിയെ തങ്ങളെക്കുറിച്ച് പറയാത്ത ഒരു കാര്യം, അതതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുണ്ടെങ്കിലും ശരി, വ്യക്തമായി പറയാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഷോക്കോസ് നോട്ടീസ് അയക്കപ്പെട്ട, അക്കാര്യം പറഞ്ഞ് അപഹസിച്ച് മുഷാവറയെയും അംഗങ്ങളെയും വഷളാക്കിയ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാനാണ് പ്രാഥമികമായി നട്ടെല്ലുള്ളവരാണെങ്കിൽ ഈ സംഘടനൻ്റെ ആളുകൾ തയ്യാറാവേണ്ടത്. അതിന് ശേഷമാണ് മറ്റ് കീഴ്വഴക്കങ്ങളിലേക്കും മറ്റ് നടപടികളിലേക്കും പോകേണ്ടത്. ഇവിടെ പാരമ്പര്യവും കുലീനയും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റൊന്നും തെറ്റല്ല. ഉമർ ഫൈസിയെ പോലത്തെ ഒരു സാധാരണ ഒരു മുസ്ലിയാർ ദീനിൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അയാൾക്കെതിരെ
അച്ചടക്കം എന്ന് പറയുന്ന വാളോങ്ങിക്കൊണ്ട് നടക്കുന്ന റഹ്ബാനിയത്ത്, പൗരോഹിത്യം, അതാണ് ഇവിടെ ഈ ചേളാരി സംഘടനയിൽ നടക്കുന്നത് എന്ന് വളരെ ദുഃഖത്തോടുകൂടെ പറയേണ്ടി വന്നിരിക്കുന്നു. സുന്നി സംഘടനകളുടെ വിഷയത്തിൽ സുന്നിയല്ലാത്ത താങ്കൾ ഇടപെടണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. പക്ഷെ ആർജവം ഉണ്ടാണെങ്കിൽ പോഷക സംഘടന അല്ല എന്ന് വരുത്തി തീർക്കണം. പോഷക സംഘടനയാണ് എങ്കിൽ ലീഗിൻ്റെ തലപ്പത്തുള്ള ഏത് വഹാബിയോ കാദിയാനോ ആര് മധ്യസ്ഥം വഹിക്കാൻ വന്നാലും സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ സ്വീകരിക്കേണ്ടി വരുന്നത് അതിന് വിധേയപ്പെട്ട് നിന്നതുകൊണ്ടാണ്. അതിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് ശ്രമിച്ചാലും വിജയിക്കാൻ പോകുന്നില്ല. ഇത് ഏകദേശം 35 വർഷങ്ങളെ കൊണ്ടുള്ള അടിമത്തമാണ്. അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ചുരുങ്ങിയതിൻ്റെ പകുതി പ്രായമെങ്കിലും പിന്നിടേണ്ടി വരുമല്ലോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വതന്ത്രമായി പണ്ഡിതന്മാർ പ്രവർത്തിക്കാൻ സജ്ജരാവണം. 89-ൽ ആർജവത്തോടു കൂടെ ഇറങ്ങി വന്ന ആ പണ്ഡിതന്മാരെ മാതൃകയാക്കിയിട്ട് ഇനിയെങ്കിലും സമസ്തയുടെ അടിസ്ഥാന ആദർശങ്ങളെ പലരുടെ മുമ്പിലും ബലി കഴിപ്പിച്ച് വഹാബികളുമായി കൂട്ടുകൂടാൻ ഫത്വകളും ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തതിൽ ഒരു മനസ്താപമുണ്ടായി. ഒരു പാപമോചനത്തിൻ്റെ മനസ്സോടുകൂടെ തുറന്നു പറയാൻ വയ്യെങ്കിലും മനസ്സിലത് തീരുമാനിച്ച് സുന്നിസത്തിന് വേണ്ടി അടരാടാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അല്ലാതെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുവർത്തിച്ചതുപോലെ ആദർശമുണ്ട് എന്ന് പറയുകയും അത് ലംഘിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇരട്ടത്താപ്പ്, കാപട്യത്തിൻ്റെ മനോഭാവം തുടർന്നാൽ നിങ്ങൾക്ക് ഇനിയും അഡ്രസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് ഉണർത്താനുള്ളത്. യാതൊരു തിരുത്തിനും തയ്യാറില്ലാതെ ഒരു തലക്കൽ വഹാബിനെ പാലൂട്ടുന്ന ആളെ പ്രസിഡൻ്റാക്കി വെക്കുക, അതേസമയം മറുഭാഗത്ത് ദീൻ പറയുന്ന ആളുകളെ പുറത്താക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലുള്ള വിവേചനപരവും അടിസ്ഥാനരഹിതവുമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ ആദർശ പ്രസ്ഥാനം എന്ന നിലക്ക് ഒട്ടും വിജയിക്കാൻ കഴിയുകയില്ല. ആദ്യമായ അച്ചടക്ക നടപടി ഉമർ ഫൈസിക്കെതിരല്ല വേണ്ടത്, SYS പ്രസിഡന്റിനെതിരെയാണ്. കാരണം ഒരുപാട് സമസ്തക്ക് നിരക്കാത്ത കുറ്റങ്ങളും പ്രശ്നങ്ങളുമൊക്കെ സംഘടനാ വിരുദ്ധമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് എന്നാണ് മാന്യമായി ഉണർത്താനുള്ളത്.